ഹലോ എല്ലാവർക്കും നമസ്കാരം. നമുക്കൊരു അൺസക്സസ്ഫുൾ ഷോപ്പിങ്ങിൻ്റെ കഥ പറഞ്ഞാലോ? നമ്മൾ സ്ഥിരമായിട്ട് വരാറുള്ളൊരു മോളാണ് കേട്ടോ ഫീനിക്സ് മോള്. ഇതൊരു അത്യാവശ്യം വലിയ മോളാണ്. കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലും ഷോപ്പിങ്ങിനാണെങ്കിലും കാരണം മിക്ക ഷോപ്സ് ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഫുഡ് കോർട്ടാണെങ്കിലും എല്ലാം അടിപൊളിയാണ് കേട്ടോ. സോ എന്തായാലും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോൾ തന്നെ പാതിരാത്രിയായി. സോ പാതിരാത്രി ആയതുകൊണ്ട് തന്നെ പാർക്കിങ്ങിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ടായിരുന്നു. സാധാരണ ഇവിടെ നല്ല തിരക്കാണ്. പിന്നെ ഈ പാതിരാത്രി വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ചെറിയൊരു യാത്രയ്ക്ക് പോകണം. സോ അതിന് വേണ്ടിയിട്ടൊരു കുഞ്ഞ് ഷോപ്പിംഗാണ്. സോ എന്തായാലും ഷോപ്പിംഗ് ലിസ്റ്റൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ മോളിൻ്റെ അകത്തേക്ക് കയറി. സോ കയറി ചെന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് ആ സൂപ്പർ മാർക്കറ്റ് അടച്ചിട്ട് 1 മാസത്തോളമായി. എന്തോ റിനോവേഷനും പരിപാടികളൊക്കെയാണ്. എന്തായാലും സമയവും പോയി, സാധനവും കിട്ടിയില്ല. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കി ഞങ്ങൾ വേഗം അടുത്ത ഷോപ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ എൻ്റെ കൂടെ ഒരു 3 വയസ്സായിട്ടുള്ള ഒരാളുണ്ട് കേട്ടോ. ഈ 3 വയസ്സെന്ന് പറയുന്ന എല്ലാ പാരൻസിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇൻഡിപെൻഡൻറ്റ് സ്റ്റേജ് എന്നാണ്. അതായത് എന്തിനും എവിടെയും എല്ലാത്തിനും അവരുടെ കയ്യിൽ തന്നെ എത്തണം. ചിലപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ടൈം കൺസ്യൂമിങ്ങും ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടെങ്കിലും മാക്സിമം അത് എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് അവർക്കൊരു കോൺഫിഡൻറ്റ് പേഴ്സൺ ആക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ അവരും ഹാപ്പി ആവുമല്ലോ. സോ എന്തായാലും അങ്ങനെയാണ് കാര്യം. സോ ഇതൊക്കെ ഹാൻഡിൽ ചെയ്തിട്ട് ഞാൻ അടുത്ത ഷോപ്പിലേക്ക് പോവുകയാണ്. സോ അപ്പോൾ ബാക്കി ഷോപ്പിംഗ് വിശേഷവും യാത്രാ വിശേഷവും ഒക്കെ ബാക്കി വീഡിയോയിൽ കാണാം. സോ ബൈ.